ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിട്ട് ഇന്നേക്കിപ്പോൾ 89 ദിവസങ്ങളായി. അപ്പോൾ കഴിഞ്ഞ 89 ദിവസങ്ങളായിട്ട് ഞാൻ ധാരാളം വീഡിയോസ് ബിഗ് ബോസ് സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഗെയിമിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുണ്ട്, പല മത്സരാർത്ഥികളെ കുറിച്ചും അനലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുള്ളത് ജിൻഡോയെ കുറിച്ചാണ്. നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ളത് ജാസ്മിനെ കുറിച്ചാണ്. മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളെ കുറിച്ചും അവരുടെ ഗെയിമിനെ കുറിച്ചും ഒക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും നെഗറ്റീവായിട്ടുള്ള രീതിയിലും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ പോസിറ്റീവിനെ പോസിറ്റീവ് ആണെന്നും നെഗറ്റീവിനെ നെഗറ്റീവ് ആണെന്നും ഉള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ജെന്യുവൻ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുവരേക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് മത്സരാർത്ഥിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരു 70 ദിവസം വരേക്കും എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് മത്സരാർത്ഥി ഉണ്ടായിരുന്നില്ല. ഞാൻ ആർക്കും വോട്ടും ചെയ്തിട്ടില്ല. പക്ഷേ 70 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ബിഗ് ബോസ് സീസൺ 6 ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥി ഉണ്ട്. ആ ഫേവറേറ്റ് മത്സരാർത്ഥിയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇതുവരെയും ഈ ഒരു ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റിൽ ഇട്ടിട്ടില്ല. അപ്പൊ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് മത്സരാർത്ഥി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അർജുനാണ്. അപ്പൊ അർജുൻ പേഴ്സണൽ ഫേവറേറ്റ് ആകാൻ കാരണം ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് അർജുൻ ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വോട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞാലും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ അർജുന് വോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയതിന് ശേഷം അർജുന് കുറേ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ വിമർശനങ്ങളൊന്നും അങ്ങ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നില്ല. ആ വിമർശനങ്ങളൊക്കെ അർജുൻ വാഴയാണ്, പൊട്ടനാണ്, നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയത്തില്ല, ഗെയിം കളിക്കുന്നില്ല, വളരെ ക്വയറ്റായിട്ട് കാമായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്, പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഇല്ല, പിന്നെ കോംബോ പിടിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോംബോ എന്ന് പറയുന്നത് ഇത്രയും ശക്തിയായിട്ട് വന്നത് ഒരു 50 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതിനു മുമ്പും അർജുൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളൊക്കെയാണ് അർജുൻ എന്ന് പറയുന്ന മത്സരാർത്ഥി നേരിടേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ കുറെ എന്താ പറയുന്നത്, ഈ PR ടീംസുകളൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കുറെ റൂമേഴ്സ് അർജുനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ റൂമേഴ്സിനൊക്കെ ഒരു ദിവസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ആ റൂമേഴ്സ് ഒക്കെ വെറും റൂമേഴ്സ് മാത്രമായിരുന്നു. അതൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതായിരുന്നത് കൊണ്ട് തന്നെ അതൊന്നും സത്യവുമായിരുന്നില്ല. അപ്പം അർജുൻ എന്ന് പറഞ്ഞ മത്സരാർത്ഥിക്ക് വെളിയിൽ അത്ര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിപ്പം PR ടീംസിന്റെ ഭാഗത്ത് നിന്നായിക്കോട്ടെ, പല മത്സരാർത്ഥികൾക്കും ഫാൻസ് ഉണ്ട്. ആ ഫാൻസിന്റെ ഇടയിൽ നിന്നായിക്കോട്ടെ, പിന്നെ ബിഗ് ബോസിന് ന്യൂട്രൽ ആയിട്ടുള്ള കുറെ ഒരു ഫാൻഷിപ്പ് ഉണ്ട്. ആ ഫാൻസിന്റെ ഇടയിൽ നിന്ന് പോലും അർജുൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള റെസ്പോൺസും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അർജുന്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം മുതലേ എല്ലാ മത്സരാർത്ഥികളെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ ഭയങ്കര കാമായിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, അർജുൻ ഭയങ്കര ഇമേജ് ഓറിയന്റഡ് ആണ്. അപ്പം ഒരു മോഡൽ ആയിരുന്നത് കൊണ്ട് തന്നെ പുറത്ത് എങ്ങനെയാകും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അർജുൻ നല്ല രീതിയിൽ ബോധേഡ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചൊക്കെ സത്യമാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 പോലെ ഒരു മത്സരത്തിൽ സാധ്യമല്ല. ഇപ്പൊ ഞാൻ ആദ്യം കരുതിയത് അർജുൻ ഒരുപക്ഷെ ഇങ്ങനെ ക്വയറ്റ് ആയിട്ട് കാമായിട്ട് ആക്ട് ചെയ്യുന്നതാകും എന്നുള്ളത്. പക്ഷെ ഒരു 10-25 ദിവസം ഒക്കെ 10-25 ദിവസം പോലും പറ്റില്ല, ഒരു 1-2 ആഴ്ചയൊക്കെ മാക്സിമം ഒരു മനുഷ്യൻ ആക്ട് ചെയ്യാം. അത് കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ വെളിയിൽ വന്നു തന്നെ ഇരിക്കും. കാരണം 24 മണിക്കൂർ നടക്കുന്ന ഒരു ഗെയിം ഷോ ആണ്. പക്ഷേ അർജുന്റെ ക്യാരക്ടർ ആദ്യം മുതൽ അവസാനം വരെ കുറച്ചും കൂടി ഇംപ്രൂവ് ആയതല്ലാതെ യാതൊരുവിധ മാറ്റവുമില്ല. ആ ഒരു കാംനെസ്സും ആ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറും പിന്നെ നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. ആരെയും അധികം ഡീഗ്രേഡ് ചെയ്യാത്ത, ആരെയും അധികം കുറ്റം പറയാത്ത, ആരോടും അധികം വിമർശനത്തിന് പോകാത്ത, വഴക്കിന് പോകാത്ത നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അർജുന്. ആ ക്യാരക്ടറിന് ഇന്നേ വരെ യാതൊരു രീതിയിലും മാറ്റം വന്നിട്ടില്ല. പിന്നെ അവിടെ ഒരുപാട് ഗെയിം പ്ലാനുകളുള്ള, ഒരുപാട് ക്രൂക്കഡ്നെസ് ഉള്ള മത്സരാർത്ഥികൾക്കിടയിൽ അർജുൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഓരോ ദിവസവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അർജുന്റെ ഗെയിം തന്നെയാണ്. പല ആൾക്കാരും പറയും BB മെറ്റീരിയൽ അല്ല അർജുൻ എന്നുള്ളത്. ഈ BB മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂക്കഡ്നെസ്സും ഒരുപാട് വലിയ ഗെയിം പ്ലാനും അവിടെ ഇവിടെ മാറിയിരുന്ന് ഗെയിം സംസാരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് ശരിക്കും പറഞ്ഞ് തെളിയിച്ചു തന്നത് അർജുനാണ്. എനിക്കൊന്ന് കഴിഞ്ഞ സീസണുകളിലൊക്കെ ക്വയറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അർജുന്റെ ഒരു ക്യാരക്ടറുള്ള മത്സരാർത്ഥികൾ കുറവായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അർജുൻ പുതിയ രീതിയിലുള്ള ഒരു ഗെയിമാണ്, പുതിയ രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ ആണ് ആൾക്കാരുടെ മുമ്പിലേക്ക് തുറന്നു പിടിച്ചത്. ഇങ്ങനെ നിന്നും യഥാർത്ഥത്തിലുള്ള തന്റെ ക്യാരക്ടർ വിടാതെ നിന്നും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാം എന്നുള്ളത് അർജുൻ തെളിയിച്ചു. ഇനി പല ആൾക്കാരും പറയും അർജുന് വോട്ട് ചെയ്യുന്നത് കുറെ പെണ്ണുങ്ങളാണ്, അർജുന്റെ സൗന്ദര്യവും അർജുൻ ഭയങ്കര ആയതുകൊണ്ടൊക്കെ കുറെ പെണ്ണുങ്ങളായിട്ടുള്ള ഫാൻസ് അർജുനുണ്ട്, അതുകൊണ്ടാണ് അർജുൻ അവിടെ നിലനിന്ന് പോകുന്നത് എന്നുള്ളത്. ഒരിക്കലും അല്ല. കാരണം അർജുന്റെ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കുറെ ആൾക്കാർ ഫാൻസ് ഉണ്ടാകാം. തീർച്ചയായിട്ടും അർജുൻ നല്ല ഹാൻസം ആയതുകൊണ്ടും അർജുൻ നല്ല ആയതുകൊണ്ടും ആ രീതിയിലും ഫാൻസ് ഉണ്ടാകും. പക്ഷേ
ഈ ഒരു 89 ദിവസം വരെ അർജുനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആ ഫാൻസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു 19 വയസ്സുള്ള ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കിടയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാലും അർജുനെ കുറിച്ച് അവർക്ക് നെഗറ്റീവായിട്ട് ഒന്നും പറയാൻ കാണത്തില്ല. അർജുൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മത്സരാർത്ഥിയാണ് എന്നത് മാത്രമായിരിക്കും അവർക്കും പറയാനുള്ളത്. അപ്പൊ ആദ്യം മുതലേ ഇത്രയും വലിയ PR ടീംസ് ഒക്കെ ഉള്ള മത്സരാർത്ഥികൾക്കിടയിൽ തന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അർജുന് സാധിച്ചു. എവിടെ നിന്നാലും അർജുന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. ഏതൊരു പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ, ഏറ്റവും ബെസ്റ്റ് എന്റർടൈനർ അർജുനാന്ന് പറയേണ്ടി വരും. ഇനി ഗെയിം കളിക്കുമ്പോഴും അർജുൻ ഒട്ടും മാറി നിൽക്കുമല്ല. അർജുന് ഫിസിക്കലി കുറേ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഫിസിക്കലി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അർജുൻ ഇന്നേ വരെ അർജുനുള്ള ഫിസിക്കൽ പ്രശ്നങ്ങൾ ഒന്നും ചൂണ്ടിക്കാണിച്ച് മാറി നിന്നിട്ടില്ല. അർജുന് കൈക്ക് നല്ല വേദനയുള്ളൊരു വ്യക്തിയാണ്. അർജുന്റെ ആ ഒരു രോഗാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ ലിംസ് ഒക്കെ നല്ല രീതിയിൽ തളർന്നു പോകുന്ന ഒരു ഇതാണ്. പക്ഷേ കൈകൊണ്ട് സ്ട്രെങ്ത് ആയിട്ട് കളിക്കേണ്ട പല മത്സരങ്ങളിലും അർജുൻ വിജയിച്ചിട്ടുണ്ട്. അർജുൻ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഒന്നും പറഞ്ഞ് മാറി നിന്നിട്ടില്ല. അപ്പൊ ഏറ്റവും നന്നായിട്ട് എന്റർടൈൻ ചെയ്യുകയും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുകയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ്. അപ്പൊ 3 ക്വാളിറ്റീസ് അപ്പൊ തന്നെ വന്നു. പിന്നെ അർജുന്റെ ഗെയിം ആയിരിക്കാം ഒരു പക്ഷേ ഇത്ര ക്വയറ്റ് ആയിട്ട് കാമായിട്ടിരിക്കുന്നത്. അതിൽ അർജുൻ വിജയിച്ചിട്ടുണ്ട്. അർജുൻ ആ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം ചിലപ്പോൾ അർജുൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിലനിൽക്കാനായിരിക്കും അർജുൻ ഇഷ്ടം. പക്ഷെ ആ ഒരു ഗെയിമിൽ അർജുൻ 100% വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നമുക്ക് അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോ, ഈ കോംബോയിൽ നമുക്ക് അങ്ങനെ വൃത്തികേട് പറയാനായിട്ട് ഒന്നുമില്ല, നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ വേണമെങ്കിൽ പറയാം കോംബോ കളിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിന്ന് പോകാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അർജുൻ അവിടെ നിലനിൽക്കുന്നത് കോംബോ കൊണ്ട് മാത്രമാണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ എല്ലാ രീതിയിലും അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള, അത്യാവശ്യം ക്യാരക്ടറുള്ള, വലിയ നെഗറ്റീവ് ഒന്നും തന്നെ കൊടുക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് അർജുൻ. ആ ഒരു രീതിയിൽ അർജുന് വോട്ട് ചെയ്യുന്നത് കൊണ്ടും അർജുനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും യാതൊരു രീതിയിലും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അർജുൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയത്. അപ്പൊ ഇനി തുടർന്നും ഞാൻ അർജുനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പൊ വോട്ട് ചെയ്യുന്ന സാധനം ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഹോട്ട്സ്റ്റാറിലെ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇപ്പൊ മുതൽ ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി അർജുനാണ്. ഇനി അവസാനം വരെ അർജുൻ ഉണ്ടെങ്കിലും അർജുൻ എന്നെ വോട്ട് ചെയ്യും. പിന്നെ അർജുന് കപ്പടിക്കാനുള്ള ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ടോപ്പ് 5-ൽ ഒരാളാകാനുള്ള അർഹത അർജുനുണ്ട്. ബാക്കി എല്ലാ മത്സരാർത്ഥികളെക്കാട്ടിലും ടോപ്പ് 5-ൽ ഒരാളാകാനുള്ള അർഹത അർജുനുണ്ട്. എനിക്കൊന്ന് സിജോയെക്കാട്ടിലും അഭിഷേകിനെക്കാട്ടിലും നോറയെക്കാട്ടിലും ശ്രീധുവിനെക്കാട്ടിലും ഒക്കെ അർഹത അർജുനുണ്ട് ടോപ്പ് 5-ൽ വരാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അർജുനെ ഇനി ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് മത്സരാർത്ഥി ഉണ്ടാകും. ആ പേഴ്സണൽ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യുക.